ഹായ് എവ്രിബഡി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസിക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് അധികവും വന്ന ഒരു കണ്ടന്റ് സജഷനാണ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച്. പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രഗ്നൻസി കഴിയുന്നത് വരെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കം തൊട്ട് തന്നെ ഈ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയ അത്തരം ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നല്ല എലാസ്റ്റിക് ആയിട്ട് വലിയാൻ പറ്റുന്ന ഒരു ഓർഗനാണ്. സ്കിന്നിലുള്ള കൊളാജൻ എന്ന് പറയുന്ന ഘടകമാണ് ഈ ഒരു എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്കിന്നിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ പ്രധാനമായിട്ടും 3 ലെയേഴ്സാണുള്ളത്. അതിൽ രണ്ടാമത്തെ ലെയറാണ് ഡെർമിസ്. സ്കിൻ ഒരു പരിധിക്കപ്പുറം വലിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡെർമിസ് ലെയറിൽ ഒരു ടയർ ഉണ്ടാകുന്നു. ആ ടയറാണ് നമ്മൾ ഈ സ്ട്രെച്ച് മാർക്കായിട്ട് വെളിയിൽ കാണുന്നത്. അപ്പോൾ ഇത് പല രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഇതൊരു ചുവപ്പ് നിറം അല്ലെങ്കിൽ ഒരു പിങ്കിഷ് നിറത്തിലായിരിക്കും. അതിന് അക്യൂട്ട് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയും. കുറച്ച് നാളങ്ങൾ കഴിയുമ്പോഴേക്കും ഇതൊരു പർപ്പിളിഷ് നിറമാവും. അതിന് നമ്മൾ സബ് അക്യൂട്ട് എന്ന് പറയും. കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല മിനുസമുള്ള ഇളം മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള കളർ അല്ലെങ്കിൽ ഗ്രേ നിറം, ഇതിലായിരിക്കും നമ്മളിത് കാണുന്നത്. അതിന് ക്രോണിക് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയും. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പ്രഗ്നൻസി തന്നെയാണ്. പ്രഗ്നൻസി സ്റ്റേജിലാണ് ഏറ്റവും കൂടുതലായിട്ടും കോമൺ ആയിട്ട് നമ്മൾ സ്ട്രെച്ച് മാർക്ക് കണ്ടുവരുന്നത്. അത് നമ്മൾ വയറിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ആ സമയത്ത് സ്കിൻ എവിടെയൊക്കെ വലിയുന്നു അവിടെയൊക്കെ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് കണ്ടുവരാം. പ്രധാനമായിട്ടും ആംപിറ്റ്സിൽ, അപ്പർ ആംസിൽ, തൈസിൽ, ബട്ടക്സിൽ എക്സെട്ര. ഫീമെയിൽ ബോഡിയിൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേട്ടോ ഈ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ കുഞ്ഞ് വളരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ചെയ്യാണ്. യൂട്രസിന് പുറമേയുള്ള മറ്റ് ലെയേഴ്സ് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നും ഇതിനനുസരിച്ച് എക്സ്പാൻഡ് ആവുന്നുണ്ട്. ആ എക്സ്പാൻഷനാണ് നേരത്തെ പറഞ്ഞ ടയർ ഉണ്ടാവുന്നതും ഇതുപോലെ സ്ട്രെച്ച് മാർക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ട്വിന്നിങ് പ്രഗ്നൻസി, അതേപോലെ ട്രിപ്ലറ്റ് പ്രഗ്നൻസി, ക്വാഡ്രപ്പിൾ പ്രഗ്നൻസിയിലൊക്കെ ഇതേപോലെ കൂടുതലായിട്ടുള്ള സ്ട്രെച്ച് മാർക്ക് കണ്ടുവരും. കാരണം അത്രയും അനുസരിച്ച് സ്കിന്ന് എക്സ്പാൻഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തെ പ്രഗ്നൻസിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കൂടുതൽ സ്ട്രെച്ച് മാർക്ക് കണ്ടുവരുന്നത്. പക്ഷേ എൻ്റേത് ഒരു ആദ്യത്തെ പ്രഗ്നൻസി ആയിരുന്നു. പക്ഷേ എനിക്കൊരു പരിധിക്കപ്പുറം സ്ട്രെച്ച് മാർക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഈ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം തൊട്ടേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ടീനേജേഴ്സിലേക്ക് വരാം. ടീനേജേഴ്സിൽ ആ സമയത്ത് അവരുടെ ബോഡിയിൽ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബോഡി വളരുന്നുണ്ട്. പക്ഷേ ബോഡി വളരുന്നതിൻ്റെ അത്ര സ്കിൻ എക്സ്പാൻഡ് ആവുന്നില്ല. അതുകൊണ്ടും അവർക്ക് ആ സമയത്ത് സ്ട്രെച്ച് മാർക്ക് കണ്ടുവരാം. മൂന്നാമതായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് സ്ട്രെച്ച് മാർക്ക് നമ്മൾ കണ്ടുവരുന്നത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കുകയും പെട്ടെന്ന് വണ്ണം കുറയുകയും ചെയ്യുന്നവരിലാണ്. നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ ഉണ്ട്, കോർട്ടിസോൺ. ഈ കോർട്ടിസോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ കൊളാജൻ്റെ ഫംഗ്ഷനിങ്ങിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. കൊളാജൻ്റെ ഫംഗ്ഷനിങ് എന്താ? എലാസ്റ്റിസിറ്റി. അപ്പോൾ നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കോർട്ടിസോണിൻ്റെ അളവ് കൂടുന്നത് പ്രധാനമായിട്ടും കുഷൻ സിൻഡ്രോം, മാർഫൻ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖങ്ങളിലാണ്. അതേപോലെ തന്നെ കോർട്ടിക്കോസ്റ്റെറോയിഡ് കണ്ടന്റുള്ള ക്രീംസ്, ലോഷൻസ് ഒക്കെ അധികം ഉപയോഗിക്കുന്നവരിലും ഇത് നമ്മൾ കണ്ടുവരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നേരത്തെ ഉള്ളവരിൽ ആർക്കെങ്കിലും ഇതേപോലെ കൂടുതൽ സ്ട്രെച്ച് മാർക്ക് വരുന്ന ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, അതായത് നിങ്ങളുടെ ഒരു ക്രോമസോമിൻ്റെ പാറ്റേണേ അതുപോലെ ആണെങ്കിലും നിങ്ങൾക്കിത് അതേപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കോസസ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളം നന്നായി കുടിക്കുക. ഒരു ദിവസം 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിട്ടുണ്ടാവണം. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നമ്മുടെ ക്രോണിക് കിഡ്നി അസുഖങ്ങളുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിലും നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കരുത്. വളരെ നാച്ചുറലായി ഓർഗാനിക്കായി വേണം നമ്മൾ കുറയ്ക്കാൻ നോക്കാൻ. അതേപോലെ തന്നെ വെയിറ്റ് കൂട്ടാൻ നോക്കുന്നവരുടെ കാര്യത്തിൽ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും ക്രീംസും. വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ നമ്മുടെ ബോഡിയിൽ ഈ കൊളാജൻ ഫംഗ്ഷനെയും സ്കിൻ എലാസ്റ്റിസിറ്റിനെയും ഒത്തിരി പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ മുതലായ കാര്യങ്ങൾ അടങ്ങിയ ക്രീമുകളും ലോഷനും ഒക്കെ നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ എണ്ണകളിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ സ്ട്രെച്ച് മാർക്കും
ഒത്തിരി അങ്ങോട്ട് കൂടാതെയും ഉണ്ടായ സ്ട്രെച്ച് മാർക്ക് പെട്ടെന്ന് കുറയാനും എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിനോടൊപ്പം തന്നെ ഞാൻ ഒലീവ് ഓയിലും ആൽമണ്ട് ഓയിലും എൻ്റെ റുട്ടീൻ്റെ ഭാഗമാക്കിയിരുന്നു. നമ്മൾ ഏത് എണ്ണ ഉപയോഗിച്ചാലും ഇതൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. അപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കുളിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് ഞാനിതെൻ്റെ വയറിൽ അപ്ലൈ ചെയ്തിടും. 2 മണിക്കൂർ കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഞാനിത് കഴുകി കളയും. ആ ഒരു ഭാഗത്തിൽ ഞാൻ അധികം സോപ്പ് ഉപയോഗിക്കത്തില്ലായിരുന്നു ഇത് കഴുകി കളയുന്ന സമയത്ത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷനാണ് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലായാലും ക്രീം ആയാലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഫ്റ്റ് സർക്കുലർ ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റിൽ വേണം കേട്ടോ നമ്മളിത് മൂവ് ചെയ്യാൻ. കാരണം നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും 2 രീതിയിലും മൂവ് ചെയ്താൽ ശരിയാവില്ല. കാരണം നമ്മൾ ഈ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ബ്ലഡ് സർക്കുലേഷനും അതേ രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ സപ്പിളാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കൊലാജൻ ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കൊലാജൻ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയെ അത് പോസിറ്റീവായിട്ട് ഹെൽപ്പ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഹൈ ഹ്യാലുറോണിക് ആസിഡ് കണ്ടന്റുള്ള ക്രീംസും സീറംസും. അതേപോലെ തന്നെ ട്രെനിറ്റോയിൻ കണ്ടന്റുള്ള ക്രീമും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. വൈറ്റമിൻ സി, ഇ, ഡി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ നോക്കുക. അതേപോലെ പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. പ്രധാനമായിട്ടും നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ്, പീനട്ട്സ്, വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എക്സാമ്പിൾ അവോക്കാഡോ ഒക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാകും. അതേപോലെ തന്നെ നമുക്ക് കാൽഷ്യം എൻറിച്ച്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അതും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാല്, മുട്ട, ചീര ഇതൊക്കെ നമുക്ക് നമ്മുടെ റുട്ടീൻ്റെ ഭാഗമാകും. അടുത്തതായിട്ട് ഞാനിത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ പേഷ്യൻസിലും എൻ്റെ ഫ്രണ്ട്സിലും ഒക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് റിസൾട്ട്സ് കണ്ട ഒരു കാര്യമാണ് ആലോവേര ജെല്ല്. പക്ഷെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആലോവേര ജെല്ലാണ് കേട്ടോ ഞാൻ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത്. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല നാച്ചുറൽ സ്ക്രബ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിരുന്ന ഒരു സ്ക്രബാണ് ലൈം ഹണി ഷുഗർ. നല്ലൊരു സ്ക്രബാണിത്. നമുക്കിത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സർക്കുലർ മോഷൻ റബ്ബ് ചെയ്തതിന് ശേഷം ഇതേപോലെ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകി കളയും. അത് നമുക്ക് എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ആയാലും ചെയ്താൽ മതി. അതേപോലെ തന്നെയുള്ള മറ്റൊരു സ്ക്രബാണ് കാപ്പിപ്പൊടി, പഞ്ചസാര, കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ട് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് ഇട്ട് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ഡെർമറ്റോളജിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് എഫക്റ്റീവ് ആയില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊസീജിയറാണ് കെമിക്കൽ പീൽ. നമ്മൾ പല ടൈപ്പ് ഓഫ് പീൽസ് യൂസ് ചെയ്യാറുണ്ട്, സാലിസിലിക് ആസിഡ്, TCA പീൽ എക്സെട്ര. അപ്പോൾ നമ്മൾ പീലിംഗ് കഴിഞ്ഞിട്ടും നമുക്കിത് എഫക്റ്റീവ് ആവുന്നില്ല എന്ന് കാണുകയാണെങ്കിലാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറായ മൈക്രോഡെർമ അബ്രഷനിലേക്ക് പോകുന്നത്. ഇത് നമ്മളൊരു ചെറിയ പെൻ ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. കുറേ നീഡിൽസ് അതിലുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ റിജനുവേറ്റ് ആയി പുതിയ ഹെൽത്തി ഫ്രഷ് സ്കിൻ ഉണ്ടാവും. അത് റിച്ച് ഇൻ കൊലാജനും ആയിരിക്കും. ഇങ്ങനെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്. ഏകദേശം ഇതേ സിമിലർ പ്രോപ്പർട്ടിയാണ് ആ ഒരു ഫംഗ്ഷനിങ്. ആൻഡ് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മളൊരു 4-5 സിറ്റിംഗ് ഒക്കെ ചെയ്ത് കണ്ടതിന് ശേഷമാണ് നമ്മളതിൻ്റെ പ്രോഗ്രഷനും റിഗ്രഷനും തീരുമാനിക്കുന്നത്. എന്നിട്ടും നമുക്ക് എഫക്റ്റീവ് ആയില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ലേസേഴ്സിലേക്ക് വരുന്നത്. ലേസേഴ്സ് നമ്മൾ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും സേഫ് അല്ല കേട്ടോ. അപ്പോൾ ലേസേഴ്സ് തെറാപ്പിയിൽ നമ്മൾ ലോ ഫ്രീക്വൻസി വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വേവ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേസർ തെറാപ്പി പ്ലാൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 3 സിറ്റിംഗ് എങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കേസിൻ്റെ നമ്മൾ പ്രോഗ്രഷനും റിഗ്രഷനും തീരുമാനിക്കുന്നത്. എഫക്റ്റീവായിട്ട് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സെഷൻസ് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ കൂടെ മെഡിക്കേഷനും കൂടെ. നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറായ സർജറിയിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾ ഏത് ഹോം റെമഡിയാണ് ഓപ്റ്റ് ചെയ്തതെന്നും നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റ്സ് ഇനിയും കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.